ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ ധന്യരായ ദൈവത്തിൻ്റെ മക്കളെ, ഒരു പ്രാവശ്യം കൂടി നമ്മൾ ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ ദൈവവചനം കേൾക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. മഹാദൈവത്തിൻ്റെ കരുണ കൊണ്ടും ആർദ്രത കൊണ്ടും സ്നേഹം കൊണ്ടും നമ്മളോടുള്ള അതിവാത്സല്യം കൊണ്ടും എപ്പോഴും നമ്മെ ശ്രദ്ധിച്ചും നമുക്ക് പറഞ്ഞു തരേണ്ടതെല്ലാം പറഞ്ഞു തന്നും ഒരിക്കലും ഒരിടത്തും നമ്മൾ ലജ്ജിതരാകാതിരിപ്പാൻ, എല്ലായിടത്തും എല്ലായ്പ്പോഴും ജയോത്സവമായിരിക്കാൻ കർത്താവ് തൻ്റെ ശക്തിയുള്ള വചനം കൊണ്ട് നമ്മളെ ഉപദേശിക്കുകയും ഗുണീകരിക്കുകയും എല്ലാം ചെയ്യുന്നതിനായി ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു. ഇന്നും ദൈവമായ കർത്താവ് അതുതന്നെ ഇന്നലകളേക്കാൾ ഉപരിയായി ചെയ്യട്ടെ, ഉറപ്പിക്കട്ടെ, ധൈര്യപ്പെടുത്തട്ടെ, ബോധം വരുത്തട്ടെ എന്ന വിനീതമായ പ്രാർത്ഥനയോടെ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. എൻ്റെ കർത്താവിനെ ഞാൻ ഒത്തിരി സ്തോത്രത്തോടും സ്തുതിയോടും മഹത്വത്തോടും പുകഴ്ചയോടും കൂടെ വാഴ്ത്തി വണങ്ങിക്കൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തയ്ക്ക് ആധാരമായ വേദവാക്യം 65 സങ്കീർത്തനത്തിൻ്റെ 7-ാമത്തെ വാക്യമാണ്. സങ്കീർത്തനങ്ങൾ 65:7 നിന്ന് ചില കാര്യങ്ങൾ എൻ്റെ ദൈവത്തെക്കുറിച്ച് നിങ്ങളോട് പറയാൻ ഞാൻ കർത്താവിൽ തന്നെ ശരണപ്പെടുന്നു. സങ്കീർത്തനങ്ങൾ 65:7. ദൈവം സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ കോപവും ജാതികളുടെ കലഹവും ശമിപ്പിക്കുന്നു. ഒന്നോട് പറയാം. സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ കോപവും ജാതികളുടെ കലഹവും ശമിപ്പിക്കുന്ന ദൈവം. ഈ വേദപുസ്തകത്തിനകത്ത് പണ്ടുകാലം മുതൽ കർത്തൃദാസന്മാർ പ്രസംഗമധ്യേ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. അത് ശരിയാണ് താനും. ഒരു ദൈവം ഉണ്ടെന്ന് മനുഷ്യനെ പറഞ്ഞ് ബോധിപ്പിക്കാൻ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വേദപുസ്തകം ശ്രമിക്കുന്നില്ലെന്ന് പറയാം. ഒരു ദൈവം ഉണ്ടെന്ന് തെളിയിക്കാൻ എഴുതിയിരിക്കുന്ന പുസ്തകമല്ല വിശുദ്ധ ബൈബിൾ. ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്കേ ബൈബിള് ചേരുള്ളൂ. വേദപുസ്തകത്തിലൊരിടത്തും ദൈവം ഉണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടി അങ്ങനെ ഒരു വാക്യം ആ വിധത്തിൽ എഴുതിയിട്ടില്ല. ബൈബിൾ തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: പണ്ടൊരിടത്തൊരു ദൈവം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടല്ലല്ലോ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടല്ലേ. എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു ദൈവമുണ്ട്. ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവനെ ഉൽപ്പത്തി 1 മുതൽ അങ്ങോട്ട് വായിക്കാൻ ഇത് വായിച്ചിട്ട് ഗുണമുള്ളൂ. ദൈവം ഉണ്ട് എന്ന് ഉറപ്പ് ഹൃദയത്തിനകത്ത് ഉള്ളവർക്ക് അവർക്കിതിനകത്ത് വലിയ മേച്ചിൽപ്പുറമാണ്. അവർക്കിതിനകത്തുനിന്ന് ഒരുപാട് കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയും. ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കാത്തവനോട് ബൈബിൾ പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമില്ല. ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് ഇതിലെ പ്രഭാഷണങ്ങൾ, ഇതിലെ വാക്കുകൾ, വാക്യങ്ങൾ, ഇതിനകത്ത് ഉപമകൾ, ഇതിനകത്ത് ഉപദേശങ്ങൾ, ഇതിനകത്തെ ഓരോരോ സുന്ദരമായിരിക്കുന്ന ആത്മീക ചിന്തകൾ, ഇതെല്ലാം പ്രയോജനപ്പെടുന്നത് സത്യദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർക്കാണ്. അപ്പോൾ ഇതിനകത്ത് ദൈവം ഉണ്ടെന്ന് പറയിപ്പിക്കാനും പഠിപ്പിക്കാനും വേണ്ടി ഒത്തിരി കാര്യങ്ങളൊന്നും അങ്ങനെ പരാമർശിക്കുന്നില്ല. എന്നാൽ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരോട് ഈ ദൈവം എന്തൊക്കെ ചെയ്യും മനുഷ്യർക്ക് വേണ്ടി, പ്രപഞ്ചത്തിൽ, ഈ ഭൂമിയിൽ, ലോകത്തിൽ 24 മണിക്കൂറും ആകാശത്തിലും ഭൂമിയിലും കീഴെ പാതാളത്തിലും സമുദ്രത്തിലും അന്തരീക്ഷത്തിലും ഈ ഗ്രഹങ്ങളിലും ഭൂമിയിലുമൊക്കെ എന്താണ് ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ദൈവത്തിന് എന്തൊക്കെ ചെയ്യാൻ കഴിയും. ഞാൻ പറയുന്ന വാക്കൊന്നോടെ ശ്രദ്ധിച്ച് കേൾക്കണേ. നമ്മുടെ ദൈവം, നാം വിശ്വസിക്കുന്ന ഏകസത്യ ദൈവമായിരിക്കുന്ന പ്രപഞ്ച സൃഷ്ടാവായിരിക്കുന്ന മഹാദൈവം, ആ ദൈവത്തിന് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നത് ഈ വേദപുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ ചിന്താധാരയാണ്. ഒരു വാക്കിലോ ഒരു അധ്യായത്തിലോ ഒരു പുസ്തകത്തിലൊന്നുമല്ല. തുടക്കം മുതൽ ഒടുക്കം വരെ ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയും, എനിക്ക് വേണ്ടി, ഈ കാലഘട്ടത്തിന് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി, എൻ്റെ കുടുംബജീവിതത്തിന് വേണ്ടി, എൻ്റെ ഞെരുക്കം മാറാൻ വേണ്ടി, എൻ്റെ ജീവിതം മാറാൻ വേണ്ടി, ഞാൻ സമാധാനപൂർണ്ണനാകാൻ വേണ്ടി, ഞാൻ കുറച്ചുകൂടെ ആത്മീക ബലം പ്രാപിക്കാൻ വേണ്ടി, എന്നെ ശത്രു ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടി, ഞാൻ പാതാളത്തിൽ പോകാതിരിക്കാൻ വേണ്ടി, ഞാൻ പറഞ്ഞാൽ തീരില്ല ദൈവമക്കളെ. ദൈവം തമ്പുരാന് മനോലവ ജാതിക്ക് വേണ്ടി, മനുഷ്യവർഗത്തിന് വേണ്ടി എന്ത് ചെയ്തു, എന്ത് ചെയ്യാൻ കഴിയും, നാളെ എന്ത് ചെയ്യും, എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഈ വക കാര്യങ്ങളുടെ ഒരു ബൃഹത്തായ വിശദീകരണമാണ്
ഈ വിശുദ്ധ ബൈബിളിനകത്തുള്ളത്. സാധാരണ ആളുകളൊക്കെ ഇപ്പോഴത്തെ ഒരുപാട് പുതിയ പുതിയ ഭാഷയുടെ ശൈലികളുണ്ടല്ലോ, ടെർമിനോളജികൾ, പുതിയ പുതിയ വാക്കുകൾ. ഇപ്പോൾ പുതിയൊരു ബിസിനസ് വാക്കാണ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഒരു മൊബൈൽ മേടിക്കുമ്പോൾ ആ സെയിൽസ്മാൻ നമ്മോട് പറയും, ഇതിനകത്ത് ഫീച്ചറുകൾ ഞാൻ പറഞ്ഞു തരാം. ഒരു 100 കൂട്ടം ഒരു കൊച്ചു സാധനമാണ്, സോപ്പ് പൊട്ടി പോലെ നമ്മുടെ കയ്യിലിരിക്കുന്ന ചെറിയൊരു സാധനം അല്ലേ. ഇതിനകത്ത് കഴിവുള്ള ഒരുത്തൻ പറഞ്ഞു തരികയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. അങ്ങനെ വാക്ക് ഉപയോഗിക്കാറില്ലേ? ഇതിനെന്ത് ചെയ്യാൻ പറ്റും, ഇതിനെന്തൊക്കെ സൗകര്യമുണ്ട്, ഇതുകൊണ്ട് എന്ത് ഗുണമുണ്ട്, ഇതിനകത്ത് എന്തൊക്കെ അത്യാധുനിക സൗകര്യമുണ്ട്, നമുക്ക് പ്രയോജനപ്പെടുന്ന എന്തൊക്കെ സൂത്രമുണ്ട്. ഇതല്ലേ ഫീച്ചർ എന്നും പറഞ്ഞുകൊണ്ട്, ഫീച്ചേഴ്സ് എന്നും പറഞ്ഞുകൊണ്ട് അവർ പറഞ്ഞു തരുന്നത്. ഒരു വാഷിംഗ് മെഷീൻ മേടിച്ചാൽ, ഒരു ഇലക്ട്രോണിക്സ് ഉപകരണം മേടിച്ചാൽ, എന്തു മേടിച്ചാലും അതിൻ്റെ ടെക്നിക്കൽ സൈഡിലെ കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി വരുന്ന, ഡെമോൺസ്ട്രേഷന് വേണ്ടി വരുന്നയാൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അദ്ദേഹം വരുന്നത് തന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം നമ്മളെ പഠിപ്പിക്കാനാണ്. ഒരു ഉപകരണത്തിന്, ഇവിടെ ബുദ്ധി കൊണ്ടുണ്ടാക്കുന്ന പേരും പ്രസക്തിയുമുള്ള ഒരു കമ്പനി ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റിന് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്കതിൽ പലതും അറിയേല. നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ മൊബൈലിനകത്ത് തന്നെ എന്തെല്ലാം ഫീച്ചേഴ്സ് ഉണ്ടെന്ന് പിള്ളേർ മുഴുവൻ അറിഞ്ഞിട്ടുണ്ടോയെന്ന് അറിയില്ല. ഇവർ കുത്തിപ്പിടിച്ച സമയമുള്ള തന്നെ ഇവർ തപ്പി എടുക്കുന്നതാണ്. നമുക്കിതൊന്നും അറിയില്ല. നമുക്കിതിനകത്ത് വിളിക്കാനറിയാം, കോൾ വന്നാൽ എടുക്കാനറിയാം, ഒരു വാട്സാപ്പ് മെസ്സേജ് അയക്കാനറിയാം, യൂട്യൂബിനകത്ത് പ്രസംഗം കേൾക്കാനറിയാം. അതൊക്കെ അമ്മച്ചിക്ക് അറിയുള്ളൂ, എനിക്കും അത്രയ്ക്ക് അറിയുള്ളൂ അമ്മച്ചി. ഇതിനകത്ത് കൂടുതൽ നമുക്ക് പരതാനുള്ള സമയമാണ്. പിള്ളേർക്കറിയാം. അല്ല, കമ്പനിയുടെ സെയിൽസ്മാന്, അതിൻ്റെ ടെക്നീഷ്യന് ഇതിനകത്ത് മുഴുവൻ കാര്യങ്ങളറിയാം. എന്നതുപോലെ വിശുദ്ധ ബൈബിളിനകത്ത് കാണുന്ന മഹാദൈവം, ആ വാക്ക് എൻ്റെ ദൈവത്തിന് ഉപയോഗിക്കാമോ എന്ന് എനിക്കറിയില്ല, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുക. ദൈവത്തിലുള്ള ഒരുപാട് ഫീച്ചേഴ്സ് എന്നുള്ള വാക്കിന് ഉപയോഗിക്കില്ല. ദൈവത്തിലുള്ള ഒരുപാട് ഗുണഗണങ്ങൾ നമുക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും എന്നത് അതറിയണം കേട്ടോ. അതറിഞ്ഞില്ലെങ്കിൽ ആകുല ചിത്തരായി ദൈവമേ എന്ന് വിളിക്കുകയും ചെയ്യും. BP കയറി നമ്മുടെ ആകപ്പാടെ നമ്മളെ തളർത്തുകയും ചെയ്യും. പക്ഷെ നാം ശാന്തമായിട്ട് തിരുവെഴുത്ത് വായിക്കണം. വായിക്കുമ്പോൾ നാം മനസ്സിൽ സംഗ്രഹിക്കണം, എടാ, ഈ ദൈവത്തിന് ഇതൊക്കെ അവൻ ചെയ്തവനാണല്ലോ, ഈ ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്തല്ലോ. അങ്ങനെയാണെങ്കിൽ പണ്ട് ഞാൻ ആദ്യം തുടങ്ങിയപ്പോൾ പറഞ്ഞ പോലെ ഒരു ദൈവം ഉണ്ടായിരുന്നു, അവൻ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറയുകയല്ല. ഇന്നെനിക്ക് വേണ്ടി വീര്യം കെടാത്ത, ശക്തി കെടാത്ത, ഒതുങ്ങിപ്പോകാത്ത, ആർക്കും ഒതുക്കാൻ കഴിയാത്ത, കൈ കുറുകിപ്പോകാത്ത, അതൊക്കെയല്ലേ ബൈബിളിൻ്റെ ഭാഷ. കണ്ണ് മങ്ങിപ്പോകാത്ത, ഉറങ്ങാത്ത, മയങ്ങാത്ത അതേ ദൈവം ഈ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവർക്ക് വേണ്ടി, അന്നത്തെ തലമുറയ്ക്ക് വേണ്ടി ചെയ്തെങ്കിൽ, ഇന്ന് ഞാൻ എൻ്റെ ദൈവത്തെ വിശ്വസിക്കുമ്പോൾ എനിക്ക് വേണ്ടി ചെയ്യുമെന്ന് വിശ്വസിക്കാൻ നാം തയ്യാറായാൽ അത് ദൈവം ചെയ്തിരിക്കും. അതുകൊണ്ടാണ് ഈ ബൈബിൾ പ്രഭാഷണങ്ങൾ, ഇതുപോലത്തെ കൊച്ചു സന്ദേശങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലെത്തിക്കുന്നത്. ഇവിടെ കുറേ ഉപദേശിമാരുണ്ട്, അവർക്കെന്ത് ചെയ്യാൻ പറ്റും എന്ന് പഠിപ്പിക്കാനല്ല. ചിലരൊക്കെ പറയുന്ന കേട്ടാൽ അങ്ങനെ തോന്നും നമുക്ക്, ഇങ്ങോട്ട് വാ, ഞങ്ങൾക്കിത് ചെയ്യാൻ പറ്റും, ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റും, ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അതറിയാൻ വേണ്ടിയിട്ടല്ല ഈ പുസ്തകം എല്ലാ ദിവസവും ആളുകളുടെ അടുക്കൽ വ്യാഖ്യാനിച്ചും പ്രസംഗിച്ചും എത്തിക്കുന്നത്. പിന്നെയോ ദൈവത്തിന് എന്നിൽ, നിങ്ങളിൽ, നമ്മളിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇതാ അതിനുതകുന്നൊരു വാക്യമാണ് തമ്പുരാൻ രാവിലെ എൻ്റെ മുമ്പിൽ പെടുത്തിയത് കേട്ടോ. എൻ്റെ ദൈവമേ, 65:7 ഇതിനകത്ത് എഴുതിയിരിക്കുക, ഈ ദൈവമേ, ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സത്യദൈവമേ, ആ ദൈവം സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ കോപവും ജാതികളുടെ കലഹവും ശമിപ്പിക്കുന്നു. സഹോദര, സഹോദരി, ഒരു നിമിഷം ഞാനീ പറയുന്ന എൻ്റെ ശൈലി ഇതല്ലേ, അതുകൊണ്ട് ഞാനിങ്ങനെ വലിയ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ എൻ്റെ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് 1000 നാക്കാം. ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നു, മരണം വരെ. എല്ലാവരെക്കുറിച്ച് പറയുന്നതിനേക്കാൾ 10,000 മടങ്ങ് ശക്തിയോടെ എൻ്റെ ദൈവത്തെക്കുറിച്ച് എവിടെ പറഞ്ഞാലും പറയണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് ഞാൻ. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നെങ്കിലും ശാന്തമായിട്ടൊന്ന് ചിന്തിച്ച്, സമുദ്രത്തിൻ്റെ മുഴക്കം, സമുദ്രത്തിൻ്റെ സ്വഭാവമാണ് അങ്ങ് ആൾക്കാരെ കാണുമ്പോഴേക്കും, ആൾക്കാരെ കാണുന്നതുകൊണ്ടല്ല കേട്ടോ, എങ്കിലും അങ്ങ് മുഴങ്ങുക, അങ്ങ് ഫോമാകുക. സമുദ്രത്തിനകത്ത് തിരമാലയുടെ സ്വഭാവമോ, തിരമാല അങ്ങ് കോപിക്കുക. ഏതാണ്ട് പുള്ളിയുടെ നമ്മൾ നഷ്ടപ്പെടുത്തിയല്ലോ. സമുദ്രത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ ചെല്ലുമ്പോഴേക്കും നമ്മളെ വിഴുങ്ങാൻ വേണ്ടി
അടിച്ചിടാൻ വേണ്ടി, തകർക്കാൻ വേണ്ടി നമ്മളെ ലക്ഷ്യമാക്കി എരച്ച് തെരച്ചിങ്ങ് കയറി വരിക. എന്തിനാടാ അവിടെ വന്നേ, ഇതെൻ്റെ അവകാശമാടാ, നീ എന്താടാ അവിടെ നിൽക്കുന്നത്, ഇന്ന് നിന്നെ ശരിയാക്കൂടാ എന്നും പറഞ്ഞുകൊണ്ടാണ് തിരമാല വരുന്നത്. അല്ല, ഞാൻ അവിടെ പോയി നിൽക്കുമ്പോഴുള്ള രീതി പറയുക, അല്ലാതെ ഇങ്ങോട്ട് വന്നാട്ടെ, ഞാനൊന്ന് കണ്ടാട്ടെ, അയ്യോ വന്നല്ലോ എന്നും പറഞ്ഞുകൊണ്ടാണ്. അല്ല, നമ്മളെ അവിടെ നിന്ന് പുറകോട്ട് ഓടിക്കാനില്ലേ, കടൽ തീരത്ത് പോയി ശാന്തമായിട്ട് ഇതൊക്കെ ഒന്ന് കാണണം. ആ വരവ് കണ്ടാൽ എൻ്റെ അർത്ഥം ഇന്ന് നിന്നെ ഞാനിവിടെ എന്ന് കാണിച്ചു തരടാൻ പറഞ്ഞാൽ വരുന്നത്. വരുമ്പോഴത്തേക്കും പിള്ളേരും ആൾക്കാരെല്ലാം കൂടി പുറകോട്ട് ഓടും, ഒരുമാതിരി പേരൊക്കെ. അപ്പോൾ ഇതിൻ്റെ കോപം, ഇതിൻ്റെ മുഴക്കം, ഇനി അതും പോട്ടെ. ജാതികളുടെ കലഹം, ജാതികളുടെ എന്ന് മലയാളത്തിൽ വന്നിരിക്കുന്നതിൽ ഇംഗ്ലീഷിൽ ഞാൻ നോക്കി, മനുഷ്യരുടെ കലഹമെന്ന്. മനുഷ്യന് പൊതുവെ കലഹിക്കുന്നൊരു സ്വഭാവമുണ്ട്. നിങ്ങളുടെ വീട്ടിലുള്ളവർക്കുണ്ടോ? ഉണ്ട്. ഉണ്ടെങ്കിൽ ആദ്യം അങ്ങ് അക്സെപ്റ്റ് ചെയ്യണം കേട്ടോ. എപ്പോഴും കലഹം. അവിടെ അമ്മച്ചിയുണ്ടെങ്കിൽ, അപ്പച്ചനുണ്ടെങ്കിൽ, ചിലപ്പോൾ ജീവിത പങ്കാളി ആരും ആകട്ടെ, ചിലപ്പോൾ എപ്പോഴും അങ്ങനെ ഈ പിള്ളേർ തമ്മിൽ അങ്ങനൊരു കലഹമുണ്ടോ, ഇങ്ങനൊരു വഴക്കുണ്ടോ എന്ന് നിങ്ങളുടെ വീട്ടിൽ ചോദിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ പേടിക്കണ്ട. കാരണം എന്താണെന്നറിയാം, മനുഷ്യൻ്റെ പൊതു സ്വഭാവത്തിൽപ്പെട്ടതാണ്. പാടുള്ളതല്ല. പക്ഷെ ദൈവത്തിൻ്റെ കൃപയാൽ ഒരു കലഹം ഉണ്ടായാൽ ഉടനെ കയറെടുക്കണ്ട. ഒരു കലഹം ഉണ്ടാകാൻ പാടില്ല. അഥവാ ഒരു കലഹം ഉണ്ടായാൽ ഉടനെ വക്കീലിനെ കാണണ്ട, ഉടനെ കടലാസ് എഴുതി സ്റ്റാമ്പ് ഒട്ടിച്ച് തീർത്തേക്കാട എന്നും പറഞ്ഞുകൊണ്ട് പിരിയണ്ടെന്ന്. നമുക്കൊരു ദൈവമുണ്ട്. കലഹം ഉണ്ടായാൽ രണ്ടുപേർ തമ്മിൽ, സ്നേഹമുള്ളവർ തമ്മിൽ, വീട്ടുകാർ തമ്മിൽ, ഒരു ഓഫീസിൽ ചക്കരയും തേനും പോലെ ഒട്ടിപ്പിടിച്ചിരുന്നവർ തമ്മിൽ, ഒത്തിരി കാലത്തെ ബന്ധമുള്ളവർ തമ്മിൽ ഏതെങ്കിലും ഒരു സമയത്ത് ശത്രു ജയമെടുത്ത് ഒരു കലഹം ഉണ്ടായിപ്പോയി. ഇനിയിപ്പോൾ എന്നായി? നമുക്കൊരു ദൈവമുണ്ട്. ഏത് കലഹവും ശമിപ്പിക്കുന്നവൻ. എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന ഒത്തിരി പേരുണ്ട്, സൂക്ഷിച്ചോളണം. പക്ഷെ നമുക്കൊരു ദൈവമുണ്ട്. ആ ദൈവം കലഹമൊക്കെ കഴിയുമ്പോൾ അടുക്ക് വന്നിരുന്ന് പറയും, എന്തിനെങ്ങനെ കലഹിച്ച് ജീവിക്കുന്നേ? ഒരു ജന്മമല്ലേ ഉള്ളൂ. എല്ലാവരോടും ഇങ്ങനെ കലഹിച്ചിട്ട് എന്ത് കിട്ടാനാ? ദൈവത്തോടെ അടുത്തിരുന്ന് നോക്കി അവൻ നമ്മളെ ഉപദേശിക്കുകയല്ല, കലഹം ശമിപ്പിക്കും. ഞാനിങ്ങനെ ചോദിച്ച് നിർത്തട്ടെ. ഇത്രയും ഗുണഗണങ്ങളുള്ള, വേദപുസ്തകത്തിൻ്റെ ഭാഷയെ പറഞ്ഞാൽ സൽഗുണങ്ങളുള്ള നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഉള്ളപ്പോൾ എന്തിനെങ്ങനെ കലഹിച്ച് ജീവിക്കുന്നേ? എന്തിനെങ്ങനെ മുഴക്കവും കോപമൊക്കെ കണ്ട് പേടിച്ച് ജീവിക്കുന്നത്? നമുക്കൊരു ദൈവമില്ലേ? ആ ദൈവത്തോട് പറ, എനിക്ക് മുഴക്കം പേടിയാ ദൈവമേ, എനിക്ക് വലിയ ആരവം, ഈ കോപം എനിക്ക് പേടിയാ, എനിക്ക് കലഹം പേടിയാ, എനിക്ക് സമാധാനത്തോടെ ജീവിക്കണം, ഇതൊന്ന് ശമിപ്പിച്ചു തരണം എന്ന് പറഞ്ഞാൽ ഈ ഫെബ്രുവരി മാസത്തിൽ ദൈവം അത് ചെയ്യില്ലേ? ദൈവത്തിനത് ചെയ്യാൻ പറ്റുമെന്നറിയാനാണ് ഇതെഴുതിയത്, അനുഭവസ്ഥരാണ് എഴുതിയത്. ഞാനും പറയുന്നു, ദൈവത്തിനത് ചെയ്യാൻ പറ്റും. ബാക്കി നിങ്ങൾ ചിന്തിച്ചു. ഞാനിപ്പോൾ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കലഹം ശമിപ്പിക്കുന്ന, കോപം ശമിപ്പിക്കുന്ന ദൈവമേ, വലിയ ബഹളം ശമിപ്പിക്കുന്ന, മുഴക്കം ശമിപ്പിക്കുന്ന എൻ്റെ ദൈവമേ, ആരെങ്കിലും ഇത് കേട്ടിട്ട് അങ്ങയ്ക്കിതൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് അവർ വിശ്വസിച്ചാൽ അങ്ങനെ ചെയ്തു കൊടുക്കണേ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.